ഹലോ, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അബുദാബിയിലെ ഓണാഘോഷം കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സോഷ്യൽ സെൻറ്ററിൽ ഓണസദ്യ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് വിളിച്ചു. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് എന്നാണ് പറഞ്ഞത്, പിന്നെ പറഞ്ഞു 1 മണിക്കാണ്, പിന്നെ പറഞ്ഞു 2 മണിക്കാണെന്ന്, പിന്നെ അങ്ങനെ ലേറ്റ് 3 മണിക്കാണ്. അപ്പോൾ അതേ എത്തിയപ്പോൾ നോക്കിയൊരു പൂരത്തിനുള്ള ആൾക്കാരുണ്ട്, അതിനും മേലെയാണ് കേട്ടോ ആൾക്കാർ. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒത്തിരി പിള്ളേരുള്ള കാരണം എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കയറ്റി. പിള്ളേരെ കൊണ്ട് വെയിലത്ത് നിൽക്കണ്ടെന്ന് പറഞ്ഞത് കണ്ടോ. അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ സൂപ്പർ വൈബായിരുന്നു. ശരിക്കും ഓണത്തിൻ്റെ ഒരു ഫീലൊക്കെ വരുന്നത് ഇങ്ങനെ ഒക്കെ ആയപ്പോഴാണ് കേട്ടോ. ഭയങ്കര ആർപ്പുവിളിയും അതുപോലെ തന്നെ പാട്ടും മേളവും ഒന്നും പറയണ്ട. സദ്യയുടെ കാര്യം പിന്നെ പറയേ വേണ്ട, കണ്ടാൽ തന്നെ അറിയില്ലേ, നല്ല സൂപ്പറായിരുന്നു സദ്യ. എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് തന്നെ, ഒന്നിനൊരു കൂടുതലും ഇല്ല കുറവും ഇല്ല. ഈ ഒരു കാര്യം മിസ് ചെയ്തിരുന്നെങ്കിൽ ശരിക്കും വല്ലാത്തൊരു മിസ്സിങ് ആയി പോയേനെ. ഞങ്ങൾ 1-2 പ്രാവശ്യം ആലോചിച്ചു ഓണോ വേണ്ട, ഈ പിള്ളേരായിട്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ലല്ലോ. ഒരാൾ അങ്ങോട്ട് വിളിച്ചാൽ ഒരാൾ ഇങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇത്തിരി കഷ്ടപ്പാടാണ്. പക്ഷെ എന്നാലും പിള്ളേർ ഇതൊക്കെ കാണട്ടെ എന്ന് പറഞ്ഞ് അവർക്ക് ഈ ഒരു ഫീലും കാര്യങ്ങളും അറിയില്ലല്ലോ എന്നും പറഞ്ഞ് കൂട്ടി കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ സൂപ്പർ വൈബായിരുന്നു. അതേ ഓരോ ചേട്ടന്മാരും സ്വന്തം വീട്ടിലേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തിട്ട് നടത്തുന്ന കാര്യമാണ്. ചേട്ടന്മാരെന്നല്ല, ഓരോ ചേച്ചിമാരായിക്കോട്ടെ, അവിടെയുള്ള ഓരോ ടീച്ചേഴ്സും, മോൾക്ക് മലയാളം പഠിക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ അവിടെയുള്ള എല്ലാവരും നല്ല കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഫുൾ കരാട്ട, അതുപോലെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. പാട്ട് ഏത് വേണമെങ്കിൽ നമുക്ക് പഠിക്കാം. അപ്പം നമ്മൾ അതേ ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സോഷ്യൽ സെൻറ്റർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണോട് കൂടി അവിടെ ജ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് ഫോട്ടോ സെഷനൊക്കെ ആയിട്ട് കഴിഞ്ഞു.